ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമുക്ക് കോൺഫിഡൻസിനെ കുറിച്ച് സംസാരിക്കാം. ഒരാൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? അയാൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ളപ്പോൾ, അല്ലെങ്കിൽ ഭയങ്കര പവറുള്ളൊരു ജോലിയുള്ളപ്പോൾ, ഈ ഒരു സമയത്തൊക്കെ ആയിരിക്കും ഒരാൾ കോൺഫിഡൻ്റ് ആയിട്ടുണ്ടാവുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് തോന്നുന്നത് ഇതൊന്നും അല്ല. ഒരാൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ അത് ഭയങ്കര വെൽ ഡ്രസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര റിച്ച് ആണെന്നോ, ഭയങ്കര പവർ വേണമെന്നോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഒരാൾ കോൺഫിഡൻ്റ് ആവണമെങ്കിൽ, എസ്പെഷ്യലി ഡ്രസ്സിങ്ങിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇല്ലെന്നല്ല. നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുക, മുഷിഞ്ഞ് ചുളിഞ്ഞ് മറിഞ്ഞ ഡ്രസ്സ് അങ്ങനത്തെ അല്ല, നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുക. അതുപോലെ കണ്ണിൽ നോക്കി സംസാരിക്കുക. എന്ത് കാര്യം നമുക്ക് ഒരാളുടെ അടുത്ത് സംസാരിക്കാനുണ്ടെങ്കിലും ആളുടെ കണ്ണിൽ നോക്കിയിട്ട് അത് നമ്മൾ എന്താന്ന് വെച്ചാൽ സംസാരിക്കുക, എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് ആ രീതിയിൽ സംസാരിക്കുക. പിന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വ്യക്തത വേണം. എന്താണ് ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ, ഇപ്പോൾ ഒരു കുറേ ഓഡിയൻസ് ഉള്ള ഒരു സദസ്സിനെ റെപ്രസെന്റ് ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ നമുക്കൊരു ടോപ്പിക് ഉണ്ടാവുമല്ലോ സംസാരിക്കാൻ. ആ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് നല്ലൊരു നോളജ് ഉണ്ടാവണം. എന്താണ് നമ്മൾ പറയുന്നത്? ചിലപ്പം സ്പോട്ടിൽ സംസാരിക്കുന്ന കേസാണെങ്കിൽ പോലും നമ്മൾ പറയുന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തത ഉണ്ടാവണം. ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നമുക്ക് കോൺഫിഡൻസ് കൊണ്ടുവരാം. അതേപോലെ സ്റ്റേജ് ഫിയർ, ഈ പറഞ്ഞ കോൺഫിഡൻസും സ്റ്റേജ് ഫിയറും ഇതൊക്കെ കുറേ ആളുകൾക്ക് കുറവാണെന്ന് പറഞ്ഞാൽ മേ ബി അവർ വളർന്നു വന്ന സാഹചര്യം കൊണ്ടാവാം, അല്ലെങ്കിൽ അവർക്കൊന്ന് ഡെവലപ്പ് ആവാനുള്ള ഒരു ഇത് കിട്ടാത്തത് കൊണ്ടൊക്കെ ആവാം. നമുക്ക് ഈ കോൺഫിഡൻസ് ഒരാൾ പറഞ്ഞ് പഠിപ്പിച്ചു തരേണ്ട ഒരു കാര്യമല്ല. അത് നമ്മൾ തന്നെ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. നമ്മളിൽ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു കഴിവാണത്. ഇപ്പം കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ, ഇപ്പം ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും കണ്ണാടി ഉണ്ടാവും. അപ്പം ആ മിററിനെ നോക്കി നമുക്ക് സംസാരിക്കാം. ഇതിപ്പം ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ വീട്ടിലെ കണ്ണാടിയുടെ മുന്നിലാണെങ്കിൽ ആ കണ്ണാടിയെ നോക്കിയിട്ട് കറക്റ്റ് കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കാം. എന്ത് ടോപ്പിക്കും ആവട്ടെ, നിങ്ങൾക്കറിയാവുന്ന എന്ത് കാര്യത്തെക്കുറിച്ചും ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, അധിക നേരമൊന്നും സംസാരിക്കാനൊന്നും കിട്ടത്തൊന്നുമില്ല. പക്ഷേ നമുക്ക് സംസാരിക്കാനുള്ള കാര്യം ആ കണ്ണാടിയോട് ആദ്യം സംസാരിക്കാം. അപ്പം എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കണ്ണാടിയോട് നോക്കി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ടെക്ടോക്കിലൊക്കെ എത്തിയ പോലെ നിന്ന് ഞാൻ സംസാരിക്കും. അത് ഞാൻ ആക്ച്വലി മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇതുപോലെ നിന്ന് സംസാരിക്കുന്നതും. അതുപോലെ ഞാൻ ഭയങ്കര സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടെയാണ്. അതുപോലെ സംസാരിക്കുന്ന പോലെ കണ്ടിട്ട് കണ്ണാടിയോട് അങ്ങനെ ധൈര്യമായിട്ട് അങ്ങ് സംസാരിക്കുക. കാര്യം വേറെ ആരും കാണാനില്ല, നമുക്ക് എന്താ പറയാനുള്ളതെന്ന് അവിടെ കണ്ണാടി മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ പ്രാക്ടീസിലൂടെ ഈ പറഞ്ഞ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ മെറ്റീരിയലിസ്റ്റിക് സൈഡിൽ നിന്നുള്ള ഇത് മാത്രമല്ല കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ എനിക്ക് പൈസയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പവർ ഉണ്ട്, എൻ്റെ ഫാമിലിയിലുള്ളവരെല്ലാം അത്യാവശ്യം റിച്ചാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ കോൺഫിഡൻസിനെ ബാധിക്കുന്നൊരു കാര്യമല്ല. ആദ്യം തന്നെ നമ്മളെ തന്നെ സ്നേഹിക്കുക, നമ്മൾ എങ്ങനെയായിരിക്കുക എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പ്രാക്ടീസസ് ഇപ്പം തന്നെ ഇമ്പ്രൂവ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ നിന്ന് സംസാരിക്കാനും ഒരു കാര്യത്തിനും ഒരു പേടിയോ മാറി നിൽക്കേണ്ട അവസ്ഥയോ ഒന്നും വരത്തില്ല. അപ്പം ഈ പറഞ്ഞ മെത്തേഡ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും വർക്കൗട്ട് ആവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ.